സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 13/12/2024 വെള്ളിയാഴ്ച വൈകുന്നേരം ഗിയർ ബോക്സ് കംപ്ലൈൻ്റ് ആയിട്ട് IIT ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബസ് വഴിയിൽ കുടുങ്ങി. അത് കെട്ടിവലിച്ച് കൊണ്ടുവല്ലാതെ നിവർത്തിയില്ല. ഗിയർ ബോക്സിൽ നിന്നും ചെറിയ സൗണ്ടാണ് വരുന്നതെങ്കിൽ പോലും പിന്നെ വണ്ടി ഓടിച്ചു പോകാൻ പാടില്ല. അത് കംപ്ലൈൻറ്റുകൾ വർദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ അത് അങ്ങനെയുള്ള വണ്ടികൾക്ക് കെട്ടിവലിച്ച് കൊണ്ടുപോകാണ് നല്ലത്. അപ്പോൾ അതിനുവേണ്ടി ജോൺ ഡിയർ 5045 4 വീൽ ഡ്രൈവ് ട്രാക്ടർ എടുത്തിട്ടാണ് പോകുന്നത്. കുട്ടികളൊക്കെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയതിന് ശേഷമാണ് വണ്ടി കംപ്ലൈൻ്റ് ആയത്. വണ്ടി നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു 20 കിലോമീറ്റർ ഉണ്ടാവും വർക്ക്ഷോപ്പിലേക്ക്. ശനിയാഴ്ച ഒരു ദിവസം മാത്രമാണ് ബാക്കി. ഞായറാഴ്ച സ്പെയർ പാർട്സ് കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 9 മണി കഴിഞ്ഞ സമയം. അത് രാത്രി ആക്കാൻ കാരണം വൈകുന്നേരങ്ങളിൽ ഈ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുള്ള സമയത്ത് വലിച്ചു കൊണ്ടുപോകുമ്പോൾ തിരക്ക് കൂടുതലായതുകൊണ്ട് റിസ്ക്കാണ് കൊണ്ടുപോകാൻ. അപ്പോൾ രാത്രിയാവുമ്പോൾ വാഹനങ്ങൾ കുറവുള്ളത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് ഉൾഭാഗത്തായിട്ടാണ് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്ക് മംഗലം ഉൾഭാഗത്താണ് വണ്ടിയുള്ളത്. അപ്പോൾ ഇവിടെ തിരിക്കാനൊക്കെ കുറച്ച് റിസ്ക്കാണ് ബസ് വന്നാൽ. നമുക്ക് ട്രാക്ടർ കൊണ്ട് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുമെങ്കിലും തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും വണ്ടീൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. വണ്ടീൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം അത് വണ്ടി അവിടെ തിരിക്കണം. അതിന് ഒരു ഭാഗത്തുനിന്ന് വണ്ടി വലിച്ചിട്ട് മറ്റു ഭാഗത്തേക്ക് തള്ളി ആക്കണം. അങ്ങനെ കുറച്ചൊരു റിസ്ക് ഉള്ള സ്ഥലത്താണ് വണ്ടി കിടക്കുന്നത്. വണ്ടി എന്നാലും തിരിച്ചു കെട്ടിവലിച്ച് കൊണ്ടുപോകണം. വണ്ടി നിന്ന സ്ഥലത്ത് ഒരു ഓട്ടോ ഡ്രൈവർ വന്നു, അതേപോലെ കാല് 2 പേര് വന്നു. അങ്ങനെ ഞാനും എൻ്റെ ഡ്രൈവറും എല്ലാവരും കൂടി ചേർന്നിട്ട് വണ്ടി തള്ളി ഒരു ഭാഗത്തേക്ക് മാറ്റി. എന്നിട്ട് ട്രാക്ടർ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി കയറൊക്കെ കെട്ടി സെറ്റൊക്കെ ആക്കി വലിച്ചു കൊണ്ടുപോകണം. കയറ് നല്ല സ്ട്രോങ് കയറാന്നുകൊണ്ട് പേടിക്കാനില്ല. അതുപോലെ കംപ്ലൈൻ്റ് ആയ ബസ്സിൻ്റെ ബ്രേക്കും നല്ല ബ്രേക്കാണ്, അതുപോലെ സ്റ്റാർട്ടാവും. അതെല്ലാം ഉള്ളതുകൊണ്ട് കയറായതുകൊണ്ട് പ്രശ്നമില്ല. സ്റ്റാർട്ടാവാത്ത വണ്ടി അല്ലെങ്കിൽ ബ്രേക്ക് കംപ്ലൈൻറ്റുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ എനിക്ക് നമ്മൾ കയറിച്ച് വലിച്ച് കൊണ്ടുപോകരുത്. അത് ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ വലിച്ച് കൊണ്ടുപോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വലിയ അപകടം ചെയ്യും, ബ്രേക്ക് കിട്ടില്ല. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. എന്തായാലും കെട്ടിവലിച്ച് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് ട്രാക്ടറാണ്. ട്രാക്ടറുകളാവുമ്പോൾ നമുക്ക് നേരിട്ട് വണ്ടി വരുന്നതെല്ലാം നമുക്ക് കാണാം. ബാക്കിലെ വണ്ടി എത്ര വ്യത്യാസത്തിലാണ് വരുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. മിനിമം ഒരു 10 അടി, ഒരു 15 അടിയെങ്കിലും ഗ്യാപ്പ് വേണം 2 വണ്ടികൾ തമ്മിൽ. പിന്നെ വണ്ടി കംപ്ലൈൻ്റ് ആയ വണ്ടികൾ കൊണ്ടുപോകാൻ റിക്കവറി വാനുകളുണ്ട്, ക്രെയിനുകളുണ്ട്. പക്ഷെ അതൊക്കെ മിനിമം ചാർജ് 5000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അത് മിനിമമായിട്ടുള്ളൊരു സംഖ്യയാണ്. അപ്പോൾ ഈ ട്രാക്ടർ ആകുമ്പോൾ അത്രയും പൈസ നമുക്ക് വരില്ലെങ്കിലും നല്ല സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രണ്ട് വണ്ടിയിലും നല്ല പരിചയമുള്ള ഡ്രൈവർമാരാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ വണ്ടി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്, കയർ പൊട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാക്ടറിൻ്റെ ഹൂക്ക് നല്ല സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ബസ്സിൽ വരുന്ന ഹൂക്കുകൾ അത്ര സ്ട്രോങ് ആവാൻ സാധ്യതയില്ല. അപ്പോൾ അത് പൊട്ടിപ്പോരാനൊക്കെ സാധ്യത കൂടുതലാണ്. കാരണം ഈ അമ്പ് ചാടുമ്പോൾ, അതുപോലെ കുഴികൾ ചാടുമ്പോൾ, പിന്നെ കയറ്റമുള്ള സ്ഥലങ്ങളൊക്കെ കയറി ഇറങ്ങുമ്പോഴൊക്കെ ഇതിൻ്റെ ഈ വലിക്കുന്നത് മാറ്റങ്ങൾ വരും. ഹൂക്കൊക്കെ പറഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. വർക്ക്ഷോപ്പിലെത്തി. ഇന്ന് രാത്രി അയക്കൂല, നാളെ ശനിയാഴ്ച രാവിലെ വർക്ക് തുടങ്ങാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വർക്ക് കംപ്ലീറ്റ് കഴിയും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.